നമസ്കാരം. ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബിനീഷ് പുതുപ്പണം എഴുതിയ പ്രേമനഗരം എന്ന ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ഒട്ടനവധി റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രണയാർദ്രമായ നോവൽ എന്നൊക്കെയാണ് പലരും ഇതിന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അല്ലാതെയും വിശേഷിപ്പിച്ചവരുമുണ്ട് കേട്ടോ. എനിക്ക് ഒരു മിക്സ്ഡ് റിയാക്ഷനാണ് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഈ കഥയുടെ ബാക്ക്ഡ്രോപ്പ് ഒന്ന് പറയാം. ഒരു പുസ്തക കടയിൽ ജോലി നോക്കുന്ന നീലു എന്ന 43 വയസ്സുകാരി. അവളൊരു അമ്മയാണ്, വിവാഹിതയാണ്. അവളെക്കാൾ ഒരു 10 വയസ്സിന് താഴെയുള്ള മാധവ് എന്ന ഒരു പത്രപ്രവർത്തകൻ. ഇവർ തമ്മിലുള്ള ഒരു പ്രണയമാണ് ഈ കഥയിലൂടെ നീളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. കേൾക്കുമ്പോൾ തോന്നും ഇതൊരു അവിഹിത പ്രണയ കഥയല്ലേ എന്ന്. അതെ, ഒരു അവിഹിത പ്രണയ കഥ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഇത് ഒരു അവിഹിത പ്രണയ കഥയായി തോന്നിയില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ പുസ്തകത്തിൽ ഈ നീലുവിൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒരു സ്ഥലത്ത് മാത്രമാണ് മെൻഷൻ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മകളെക്കുറിച്ചും ഒന്നോ രണ്ടോ ഭാഗത്ത് മാത്രമാണ് വളരെ ഫ്ലീറ്റിംഗ് ആയിട്ട് മെൻഷൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വിവാഹിതയാണ് എന്നുള്ള ആ കാര്യം എൻ്റെ സൈക്കയിൽ രജിസ്റ്റർ ചെയ്തില്ല. എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. എനിക്കെന്തോ അങ്ങനെ എൻ്റെ സൈക്കയിൽ രജിസ്റ്റർ ചെയ്തില്ല. അപ്പം ഈ കഥ വായിക്കുമ്പോൾ, അതായത് ഈ പുസ്തകം മൊത്തം വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടുപേരുടെ പ്രണയം മാത്രമേ ഉള്ളൂ. ആദ്യമേ പറയട്ടെ, ഞാനൊരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു കൊച്ചു റിവ്യൂ ആണ്. ഇത് വായിച്ചപ്പം എനിക്കൊന്ന് പറയണം എന്ന് തോന്നി. അതുമാത്രമല്ല, ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കഥയും നോവലുകളൊക്കെ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വായിച്ച ആദ്യത്തെ പുസ്തകം ഇതാണ് കേട്ടോ. അപ്പം ഏറ്റവും ആദ്യം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈയിടെയായിട്ട് എൻ്റെ ചിന്തകളിൽ വരുന്നൊരു കാര്യമാണ്, നമ്മൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പുരുഷന്മാരെ കാണുന്ന സമയത്ത്, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എക്സെപ്ഷൻ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. എന്നിരുന്നാലും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പുരുഷന്മാരെ കാണുമ്പം എന്നെ പോലുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ ഓവർ ദ കോഴ്സ് ഓഫ് ടൈം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, അവർ സ്നേഹിക്കുന്ന കാര്യം വരുമ്പോഴും പ്രണയിക്കുന്ന കാര്യം വരുമ്പോഴും വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടാണ് ചിന്തിക്കുക. അതായത് ലോജിക്കും റീസണിങ്ങും ഒക്കെ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റും. അതുകൊണ്ട് തന്നെ വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടൊരു പ്രണയം സാധ്യമല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു പച്ചയായ മനുഷ്യൻ, അവന് സ്നേഹിക്കാൻ മാത്രമാണ് അറിയുക. അവന് സ്നേഹം തോന്നുമ്പോൾ അവൻ സ്നേഹിക്കുന്നു. ഞാനിപ്പോഴും പറയുന്നു, ഇതിൽ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അത്തരം ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. അപ്പം ആ ചിന്തകളോട് സമാനത പുലർത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ബിനീഷ് പുതുപ്പണം പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു അതിശയമായിട്ട് തോന്നി. കാരണം സ്ത്രീ എന്ന എൻ്റെ മനസ്സിലെ ചിന്തകൾക്ക് സമാനമായിട്ടുള്ളൊരു കാര്യം പുരുഷനായ ബിനീഷിന് എഴുതാൻ പറ്റിയല്ലോ എന്നെനിക്ക് തോന്നി. പിന്നെ പുള്ളി പറയുന്നത്, പ്രേമിക്കുന്ന സമയത്ത് രണ്ടുപേര് തമ്മിലുള്ള സംസാരം അല്ലെങ്കിൽ കോൺവെർസേഷൻസ് എപ്പോഴും ബാലിഷ്യമായിരിക്കും. അതും എനിക്ക് വളരെ ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. പുറത്തുള്ളവർക്ക് കേൾക്കുമ്പം എന്തൊരു ബാലിഷ്യമാണെന്ന് തോന്നും. പക്ഷേ പറയുന്നവർക്കത് ബാലിഷ്യമല്ല, അതൊരു വേറെ ഒരു ഫീലൊക്കെയാണ് തരുന്നത്. പിന്നെ പറയുന്നുണ്ട്, സ്നേഹം എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പം സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം സ്നേഹിക്കുക. എപ്പോഴാണോ കിട്ടുന്നത് അതങ്ങ് എക്സെപ്റ്റ് ചെയ്യുക. കാരണം കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചിന്തകളൊക്കെ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ. നീലുവും മാധവും യാദൃശ്ചികമായി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. അവിടെ നിന്ന് അവരുടെ പ്രണയം ഉടലെടുക്കുന്നു. അപ്പം ഈ പ്രണയം തുടങ്ങുന്നത് ഒരു പ്ലേറ്റോണിക് പ്രണയമായിട്ടാണ് തുടങ്ങുന്നത്. പതിയെ അത് രതിയിലേക്ക് വഴിമാറുന്നു. അപ്പം രതിയെക്കുറിച്ച് ഒത്തിരി ഡിസ്ക്രിപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പം എനിക്ക് ആ ഡിസ്ക്രിപ്ഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം വളരെ എസ്തെറ്റിക്കലി ആണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ ഡിസ്ക്രിപ്ഷനൊക്കെ കണ്ടപ്പം D.H. ലോറൻസിൻ്റെ ലേഡി ചാറ്റർലീസ് ലവർ ഓർമ്മ വന്നു. അതിലും ഒത്തിരി ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ. വളരെ എസ്തെറ്റിക്കലി ആണ് D.H. ലോറൻസ് അതൊക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. D.H. ലോറൻസിനോട് ഞാൻ ഉപമിച്ചത് ഒരു എക്സാജറേഷനായി പലർക്കും തോന്നുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നത് D.H. ലോറൻസിൻ്റെ ആ എഴുത്തായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ എസ്തെറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ പോകുന്ന, വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്ന സമയത്ത് പിന്നീട് പെട്ടെന്ന് ഒരു കമ്പിക്കഥയിലേക്ക് കൂപ്പുകുത്തുന്ന പോലെയും എനിക്ക് തോന്നി. അതായത് ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ഇത് വായിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ആ ഭാഗത്ത്
ഉണ്ടായി. അതുകൊണ്ട് തന്നെയായിരിക്കും ചില റിവ്യൂസിൽ ഈ പുസ്തകത്തിനെ ഗ്ലോറിഫൈഡ് കമ്പിക്കഥ എന്നും ഗ്ലോറിഫൈഡ് അഡൾട്ടറി എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രണയാർദ്രമായ നോവൽ എന്നല്ലാതെ വിശേഷിപ്പിച്ചവരുമുണ്ട് എന്ന്. അപ്പം ഇങ്ങനെയും വിശേഷിപ്പിച്ചവരുണ്ട്. ഈ പുസ്തകം, അതായത് ലോങ് ആൻഡ് ഷോർട്ട്, ഇതൊരു മോശം പുസ്തകമാണെന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ നല്ല പുസ്തകമാണ്. അതായത് വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ്. ഓരോരുത്തർക്കും അതിനെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഒക്കെ ടു ഈച്ച് സോൺ, അങ്ങനെയെന്ന് പറയാനേ ഇവിടെ സാധിക്കുള്ളൂ. പക്ഷേ എനിക്ക് തോന്നിയൊരു ചെറിയൊരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെച്ച് കഴിയുമ്പം നമുക്കിപ്പോഴും ഒരു പുസ്തകം വായിച്ച് അടച്ചു വെക്കുമ്പോൾ ഒരു ഫീലൊക്കെ വരും. ആ ഫീലാണ് നമുക്ക് ആ പുസ്തകം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ പുസ്തകം അടച്ചു വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുസ്തകം നല്ലതോ പൊട്ടയാണെന്നൊന്നൊന്നുമല്ല എനിക്ക് തോന്നിയത്. മറിച്ച് എനിക്ക് ഇങ്ങനെ പ്രണയിക്കേണ്ട എന്നാണ് തോന്നിയത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന് ഉത്തരം കിട്ടിക്കോളും, അല്ലെങ്കിൽ കിട്ടിയേക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതൊരു പുസ്തകമാണ്, നല്ലൊരു പുസ്തകമാണ്, വായിക്കേണ്ട ഒരു, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം, വായിക്കാതിരിക്കാം. പക്ഷെ വായിക്കൂ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടല്ലേ നമ്മളിത് നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ പറയുന്നത്. നമസ്കാരം.